ഹേ മമ്മി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാമ. ചായ എടുക്കട്ടെ? വേണ്ടമ്മ, ഞാൻ ജാക്കിയെ പോയി വിളിക്കട്ടെ. ഇന്ന് മീറ്റിംഗ് ഉള്ളതല്ലേ. അവളെ ഏറ്റിട്ടുണ്ടോ? അറിയില്ല മോനെ, ഞാനിന്ന് മുകളിലേക്ക് പോയിട്ടില്ല. നീ പോയി നോക്ക്. ഓ ആണോ, എന്നാ ശരി അമ്മ, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. എൻ്റെ ഈശ്വര, മീറ്റിംഗിൽ ഓർമ്മ ഉണ്ടാവോ? മീറ്റിംഗ് ഉള്ളതല്ലേ, വല്ലതും ഓർമ്മയുണ്ടോ? നീ ഒന്ന് പോയിട്ട് മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കില്ല. എന്റെ കർത്താവേ, ഇവനെ കൊണ്ട് ഞാൻ എന്റെ ചക്കര കുട്ടിയല്ലേ, എന്റെ പൊന്നു കൊക്കിമാണല്ലോ, ഒന്ന് നീച്ചടാ. നമുക്കിന്ന് മീറ്റിംഗ് ഉണ്ടടാ ഓഫീസില്. അയ്യോ മീറ്റിംഗ്, അയ്യോ ഇപ്പോഴാണ് ഓർമ്മ വരുന്നത് കുട്ടിക്ക് മീറ്റിംഗിന്റെ കാര്യം. കിടന്ന് ഉറങ്ങാം മല പോലെ. അയ്യോ സമയം എത്രയായി, ഇനി എന്ത് ചെയ്യാൻ നമ്മള്? എനിക്ക് അപ്ലൈൻ്റെ തന്നെ ഇരിക്കാം. ടൈം ഇപ്പോഴേ 10 മണി കഴിഞ്ഞു. നോക്കി നിൽക്കാതെ വേഗം പോയി റെഡി ആവാൻ നോക്ക് ചേക്കേ. നീ തായി പോയി വണ്ടി സ്റ്റാർട്ട് ചെയ്തോ, ഞാനിതാ വരുപ്പരും. അകത്ത് പോയി 1 മണിക്കൂറൊന്നും നിൽക്കാൻ നിൽക്കണ്ട. കുളിയൊക്കെ പിന്നെ നോക്കാം. പല്ലും തേച്ച് വേഗം പോരി അങ്ങോട്ട്. ഓക്കേ അമ്മ, ഒട്ടും സമയമില്ല. നന്നായിട്ട് വേഗിട്ടുണ്ട്. ചായ ഒന്നും വേണ്ട പ്ലീസ്. ഇല്ല അത് പറഞ്ഞാലൊന്നും പറ്റില്ല. നീ അറ്റ്ലീസ്റ്റ് ഒരു ചായയെങ്കിലും കുടിച്ചിട്ട് പോയാ മതി. അമ്മ ടൈം ഒന്ന് നോക്ക്, എനിക്കെന്താ മീറ്റിംഗ് ഉണ്ട് അമ്മേ. ആന്റി സത്യമായിട്ട് വൈകി ആന്റി. അച്ഛനിപ്പോ വിളിച്ചതേ ഉള്ളൂ പെട്ടെന്ന് വരാനൊന്നും പറഞ്ഞ്. അമ്മ ഞങ്ങള് ഓഫീസിൽ നിന്ന് കഴിച്ചോളാം ഫുഡ്. സത്യമായിട്ടും അമ്മ ഇപ്പൊ പോട്ടെ പ്ലീസ്. ശരി എന്നാ, ഓഫീസിൽ നിന്ന് കഴിക്കില്ല പ്രശ്നമല്ല, ഓഫീസിൽ നിന്ന് കഴിക്കണം കേട്ടോ. ആ കഴിച്ചോളാം. വടറ്റിയാ നമുക്ക് പോവാം. അയ്യോ ചെക്കനൊക്കെ ഉണ്ട്. ഒന്ന് പയ്യപ്പാട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പെയ്യും നീ. അപ്പൊ പോട്ടെ ആന്റി, ഞങ്ങൾ പോയിട്ട് വരാം. ശരി മോനെ, പോയിട്ട് വരാം. മിസ്റ്റർ കോഴിക്കുഞ്ഞ് വന്നിട്ടുണ്ടാകും എന്തോ. അത് വന്നിട്ടുണ്ടാവും ഉറപ്പല്ലേ. വെന്ന് ബലം പിടിച്ചിരിപ്പുണ്ടാവും ഞാന്. കർത്താവേ, ഈ ജാക്കി എന്താ ഇപ്പോഴും വരാത്ത? മിസ്റ്റർ കിഷോർ സാർ, മകൻ വരാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മകൻ വരും. ഓ എന്നാ മതി. Sorry for the late. ഇന്നത്തെ മീറ്റിംഗ് അത്ര പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അതാ ലേറ്റായി. സാരമില്ല മിസ്റ്റർ ജാങ്കോക്ക്. ചിലവർക്ക് സമയത്തിന് വില കൊടുക്കാൻ അറിയില്ലായിരിക്കും. പക്ഷെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. കാരണം ഈ ഡീൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലുത് തന്നെയാണ്. ഓഹോ, അപ്പം നിങ്ങൾക്കിത് ഇമ്പോർട്ടൻ്റ് ആണല്ലേ? എന്നാ ഞങ്ങൾക്കിത് ഇമ്പോർട്ടൻ്റ് അല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെപ്പോലുള്ളവരുടെ ഔദാര്യമൊന്നും ഞങ്ങളെ കമ്പനിക്ക് ആവശ്യമില്ല. അഹങ്കാരം നല്ലതാണ് മിസ്റ്റർ ജാങ്കോക്ക്, പക്ഷെ അതല്പം കുറച്ച് നിങ്ങളുടെ ബിസിനസ്സിന് അത് ഗുണം ചെയ്യും. എന്തായാലും നമുക്ക് പ്രസൻറ്റേഷനിലേക്ക് കിടക്കാം. ഈ ഓഫർ നിങ്ങൾ നിരസിച്ചാൽ അത് നഷ്ടം VS-നെ തന്നെ ആയിരിക്കും. ഇവനത് കുളമാക്കോ? എൻ്റെ പൊന്നിറ്റിയ, നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യ വേഗം, അല്ലെങ്കിൽ ഇവന് ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുൻപേ അവസാനിപ്പിക്കും. ശരിയാ അച്ഛൻ പറഞ്ഞത്, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നമുക്ക് മീറ്റിംഗ് തുടങ്ങിയാലോ? ഇപ്പോൾ ഒരുപാട് വൈകി. നമുക്ക് ചർച്ച തുടങ്ങാം മിസ്റ്റർ ജിമിൻ. ഞങ്ങളുടെ പ്രൊജക്റ്റ് അവതരിപ്പിക്കും. ഓക്കെ, പ്രൊജക്റ്റിൻ്റെ ടീം അവതരിപ്പിക്കും. സാർ പ്ലീസ്. ഓക്കെ സാർ, പ്രൊജക്റ്റ് എന്താണെന്ന് വെച്ചാൽ
പുറകെ എങ്ങനെ ഇരിക്കാതെ ഒന്ന് ശ്രദ്ധിക്കൂ പ്ലീസ്. എന്തോന്ന്? അവൻ പറയുന്നതിൽ കാര്യമുണ്ട്, നീ ഒന്ന് ശ്രദ്ധിക്കാതെ. ഓ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ദാറ്റ്സ് ഓൾ സാർ. ഇനി സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഇല്ല, നിങ്ങളെല്ലാം ഭയങ്കര കൃത്യമായിട്ട് തന്നെയാണ് പറഞ്ഞത്. ഇനി ഇതെല്ലാം കേട്ടിട്ട് ഈ കമ്പനിയുടെ CEO ആയ മിസ്റ്റർ ജാക്കിക്ക് എന്താ പറയുള്ളതെന്ന് കേൾക്കട്ടെ. പറമോനെ, എന്ത് നിന്റെ അഭിപ്രായം? എന്നെ സംബന്ധിച്ച് ഇവരുടെ പ്ലാൻ മോശമല്ല. അത് എടാ, അവരുടെ പ്ലാൻ മോശമല്ല. നീ വേഗം പറ, എന്താ നിന്റെ അഭിപ്രായം? പറയാം മിസ്റ്റർ ജാൻകുക്ക്. അഹങ്കാരമാണല്ലേ കാണിച്ചു തരാം. No, I'm not impressed with this tool. ഈ പ്ലാൻ ഞങ്ങളുടെ സ്റ്റാൻഡേർഡിന് ചേർന്നതല്ല. ഈ ഡീലുമായി മുന്നോട്ട് പോകണമെങ്കിൽ ഇതിലും മികച്ച സ്ട്രാറ്റജി എനിക്ക് വേണം. എനിക്കെന്തോ ഈ ഒരു പ്രൊജക്റ്റിന് ഞാൻ വിചാരിച്ച പോലത്തെ ഒരു പ്ലാനിംഗ് ഒന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. മോനെ, അതിനെന്താ ഇത്ര പ്രശ്നം? എനിക്കത്ര വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ല. അച്ഛൻ ഈ കാര്യത്തിൽ ഇടപെടണ്ട. അച്ഛൻ തന്നെയല്ലേ പറയാറുള്ളത്, ഇതെൻ്റെ കമ്പനിയാണ്, എനിക്കിഷ്ടപ്പെട്ട പോലെ ചെയ്യാമെന്ന്. ഇതാണ് എൻ്റെ തീരുമാനം. എനിക്ക് ഈ പ്ലാനിങ് ഒട്ടും ഇഷ്ടമായില്ല, അതുകൊണ്ട് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ഞങ്ങളുടെ പ്രൊജക്റ്റ് പ്രസൻറ്റേഷൻ സാങ്കേതികമായി മികച്ചതാണ്, സമ്മതിക്കുന്നു. എന്നാൽ ഇതിൽ പറയുന്ന ലാഭവീതം തികച്ചും 40%. അതൊരിക്കലും സമ്മതിക്കാൻ പറ്റില്ല. നിങ്ങൾ ഞങ്ങളുടെ ഉപഭോക്തൃ അടിത്തറ ഉപയോഗിച്ച് ലാഭം നേടാൻ നോക്കുന്നു. വേണേൽ 30% ലാഭം തരാം എന്ന് പറയുന്നു. നിങ്ങളുടെ അഹങ്കാരം നിങ്ങളുടെ ബിസിനസ് ബുദ്ധിക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ടോ ജാൻകുക്ക്? ഈ പ്രൊജക്റ്റ് വികസിപ്പിക്കാൻ ഞങ്ങൾക്കൊരു പങ്കാളിത്തം സ്വീകാര്യമല്ല. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണോ? ഈ പ്രൊജക്റ്റ് സ്വീകരിച്ചില്ലെങ്കിൽ VS തകരുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഭീഷണിയല്ല മിസ്റ്റർ ജാൻകുക്ക്, ഒരു സത്യം പറഞ്ഞത്. ഈ ഡീൽ വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മറ്റു കമ്പനികളെ സമീപിക്കാം. പക്ഷേ ഈ സാഹചര്യത്തിൽ വിപണിയിലെ മത്സരം നിങ്ങൾക്കെതിരെ തിരുമെന്നതിൽ സംശയമില്ല. നിങ്ങളുമായി ഇനിയൊരു ചർച്ചയില്ല. 40% ലാഭം ഒരു കാരണവശാലും ഞങ്ങൾ നിങ്ങൾക്ക് നൽകില്ല. ഈ മീറ്റിംഗ് നമുക്ക് ഇവിടെ നിന്ന് അവസാനിപ്പിക്കാം. ടിയ, വാ, നമുക്ക് പോവാം. ഇവിടെ ഒരു മിനിറ്റ് നിൽക്ക്. മിസ്റ്റർ ജിമിൻ, ഞങ്ങളിത് അംഗീകരിക്കില്ല. എങ്കിലും ഈ ഡീൽ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണെന്നറിയാം. സോ ഞങ്ങൾക്കൊരു ബദൽ നിർദ്ദേശമുണ്ട്. എന്ത്? നമ്മളുടെ ഒരുമിച്ചുള്ള പങ്കാളിത്തത്തിന് പകരം ഞങ്ങളുടെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഞങ്ങളൊരു പുതിയ ഉൽപ്പന്നം വിപണിയിലേക്ക് ഇറക്കും. ആ ഉൽപ്പന്നം 6 മാസത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഉൽപ്പന്നമായി മാറിയാൽ നിങ്ങൾ ചോദിക്കുന്ന 40% ലാഭം നിങ്ങൾക്ക് VS നൽകും. പക്ഷെ പരാജയപ്പെട്ടാൽ 10% മാത്രം നൽകി ഈ പ്ലാൻ ഞങ്ങൾക്ക് മാത്രമായി വിട്ടുതരണം. പറ്റുമോ? എന്ത് പറയുന്നു മിസ്റ്റർ ജിമിൻ? 6 മാസം ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഉൽപ്പന്നമോ? ഇത് നല്ല രസമുള്ള കളിയാണല്ലോ മിസ്റ്റർ വിനു. ഞങ്ങളുടെ സാങ്കേതിക വിദ്യയുടെ ശക്തി എത്രയുണ്ടെന്ന് മിസ്റ്റർ ഷിയാങ്ങിന് അറിയാമോ? അറിയാം. അതുകൊണ്ടാണ് ഞാൻ ധൈര്യപൂർവ്വം ഈ വെല്ലുവിളി പറഞ്ഞത്. ഞങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. ഡീൽ 6 മാസത്തിനുള്ളിൽ VSന് അത് സാധിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. 6 മാസത്തിന് ശേഷം 10% ലാഭം മാത്രം തന്ന് നിങ്ങളുടെ ടെക്നോളജി ഞങ്ങൾക്ക് വിട്ടുതരേണ്ടി വരും മിസ്റ്റർ ജാൻകുക്ക്. അഹങ്കാരം കാരണം നിന്റെ കമ്പനിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും നിനക്ക്. കോത്തിരുന്ന് കാണും മിസ്റ്റർ ജിമിൻ. ഈ 6 മാസം VSന്റെ തിരിച്ചുവരവായിരിക്കും. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി. ഞാനിപ്പോൾ ഇറങ്ങും. നീ അവിടെ നിൽക്കും.
ഓക്കെ. ആ നീ ഇവിടെ നിൽക്കാമോ? വാ നമുക്ക് ഇറങ്ങിയാലോ. അച്ഛൻ നമ്മളോട് ഇറങ്ങാൻ പറഞ്ഞു. ആ ഓക്കെ വാ പെട്ടെന്ന് ഇറങ്ങി.